നമസ്കാരം. വളരെ ഭംഗിയായ ഒന്നാമത്തെ ബേസിക്കിന്റെ ഒന്നാമത്തെ ദിവസവും ഒന്നാമത്തെ ക്ലാസ്സും രണ്ടാമത്തെ ക്ലാസ്സും നമ്മൾ വളരെ വ്യക്തമായിട്ട് പ്രാക്ടീസ് ചെയ്തു. ഇനി നമുക്കുള്ളത് മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ പറഞ്ഞു ഓരോ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമുക്കറിയാം മലയാളം ലാംഗ്വേജ് നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയത് എത്രാമത്തെ വയസ്സിലാണ്? എത്രയോ ദിവസങ്ങൾ ചെറിയ ചെറിയ വേർഡ്സുകൾ നമ്മൾ കേട്ടതിന് ശേഷം അത് പല പ്രാവശ്യം കേട്ടിട്ടാണ് നമ്മുടെ ബ്രെയിനകത്ത് സ്റ്റോർഡ് ആയിരിക്കുന്നത്. അത് ആ സെയിം സിറ്റുവേഷൻസ് ആകുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിൽ ട്രിഗർ ആകുകയും അത് നമ്മൾ തിരിച്ച് പറയുകയും ചെയ്തു. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുട്ടികളെ, നമ്മൾ വീട്ടിലുള്ള കുട്ടികളെ നമ്മളൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുകയും അവരുടെ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ആദ്യം അവർക്കറിയില്ല, രണ്ടാമത് വീണ്ടും പറഞ്ഞു കൊടുത്താൽ അവർക്കറിയില്ല, മൂന്നാമത് പറയുമ്പോഴായിരിക്കും ഇന്ന സാധനമാണ് എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ അവർ എടുത്തുകൊണ്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ തൊട്ട് കാണിച്ചു കൊടുക്കണം. ഇതൊരു റെക്കഗ്നൈസേഷനാണ്. നമ്മുടെ ബ്രെയിന് റെക്കഗ്നൈസേഷൻ കിട്ടണം. നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തന്നെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനകത്തുള്ള ഹെസിറ്റേഷൻസ് മാറിക്കിട്ടും. നമുക്കൊരു ഭയങ്കര അസ്വസ്ഥതയുണ്ടാകും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അതുണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ആ ഹെസിറ്റേഷൻസ് മാറണമെന്നുണ്ടെങ്കിൽ തുടക്കം തൊട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക. പറയുന്ന കാര്യങ്ങൾ റിപ്ലൈ ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കാം. നേരെ നമുക്ക് പ്രാക്ടീസിലേക്ക് പോകാം. യെസ്, ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് നൗൺ കളക്റ്റീവ് സെൻറ്റൻസിലേക്കാണ് നമ്മൾ കയറുന്നത്. നൗൺ കളക്റ്റീവ് സെൻറ്റൻസ് നമുക്ക് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. നമ്മൾ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ബേസിക്കിൻ്റെ സെക്കൻഡ് ലെവൽ കഴിഞ്ഞു. ഇതും ബേസിക് തന്നെയാണ്, പക്ഷേ നൗൺ കളക്റ്റീവിൻ്റെ ബേസിക് ലെവലാണ്. നമ്മളിതിനെ ഓക്സിലറീസ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും പക്ഷെ നമ്മുടെ ഭാഷയിൽ ഇതിനെ പാത്വേസ് എന്നാണ് പറയുന്നത്. ഈ താഴെ കാണിച്ചിരിക്കുന്ന ഓക്സിലറീസ് ഇതിനെ ഒരു പാത്വേ ആണ്. ഇതിന് 3 ടൈപ്പ് പാത്വേസ് ആണ് ഇതിലൂടെ ക്രിയേറ്റ് ആകുന്നത്. 1 നൗൺ കളക്റ്റീവ്, 2 വെർബ് കളക്റ്റീവ്, 3 എഴുതാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ. ഇത് നമ്മൾ നൗൺ കളക്റ്റീവിൽ പറയാൻ നേരത്തെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹാഡ് ഉണ്ടായിരുന്നു, ഹാസ് ഹാവ് ഉണ്ട്, വിൽ ഹാവ് ഉണ്ടാകും എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നൗൺ കളക്റ്റീവിൽ പറയുന്നത്. വെർബ് കളക്റ്റീവിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടാവും. എന്നാൽ പാസീവ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇവയ്ക്ക് നേരെ ഇച്ചിരി പൊളൈറ്റ് ആയിട്ടുള്ള ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ചെയ്യപ്പെട്ടിട്ടുണ്ട്, ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പൊസിഷനും മാറും. അപ്പോൾ ഇങ്ങനെയാണിത് നോർമലി സംഭവിക്കുന്നത്. ഇതിൻ്റെ വേർഡ്സിനും വ്യത്യാസങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സ്ട്രക്ചർ സെയിം ആയിരിക്കും, പക്ഷേ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ മാറ്റാനായിട്ട് നമ്മൾ മൂന്നായിട്ട് തന്നെ നമ്മുടെ ബ്രെയിനിന് മനസ്സിലാക്കി കൊടുക്കണം. നമുക്കിനി നേരെ നമ്മുടെ പാത്വേയിലേക്ക് പോകാം. ഇതാണ് നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട വാസ്, വെയർ, ഈസ്, ആർ, ആം, വിൽ ബി. അതായത് ആയിരുന്നു, ആണ്, ആകും. ഞാൻ പണ്ടൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഐ വാസ് എ സ്റ്റുഡൻറ്റ്. ഞാനിപ്പോൾ ഒരു ട്രെയിനറാണ്. ഐ എം എ ട്രെയിനർ. ഞാനൊരു ട്രെയിനറാണ്. ഇതിന് ശേഷം കുറച്ച് നാൾക്ക് ശേഷം ഒരു ബിസിനസ്മാൻ, ഒരു എൻ്റർപ്രണർ ആവാനായിട്ട് എനിക്ക് താല്പര്യം, ഇൻവെസ്റ്റർ ആവാനായിട്ട് താല്പര്യമുണ്ട്. ഐ വിൽ ബി എൻ ഇൻവെസ്റ്റർ, അല്ലെങ്കിൽ ഐ വിൽ ബി എൻ ഒരു എൻ്റർപ്രണർ. അങ്ങനെ പറയാനായിട്ട് 3 സ്റ്റേജ് പറയാനായിട്ടാണ് ഇവയെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ അങ്ങോട്ട് പോകുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകണം, എങ്കിലും നമ്മുടെ ബ്രെയിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വാസ്, വെയർ മാത്രം നമ്മൾ ആദ്യം പ്രാക്ടീസ് ചെയ്യും. ഓരോന്നും നമ്മൾ പ്രാക്ടീസ് ബ്രെയിന് മനസ്സിലാവാൻ വേണ്ടിയാണ്. അതിനുശേഷം നമ്മൾ പാത്വേയിലേക്ക് പോകും. വാസ് ഹി എ ഡോക്ടർ? അവൻ ഡോക്ടർ ആയിരുന്നോ? ഹി വാസ് എ ഡോക്ടർ. അവൻ ഡോക്ടർ ആയിരുന്നു. വാസിൻ്റ് ഹി എ ഡോക്ടർ? അവൻ ഡോക്ടർ ആയിരുന്നില്ലേ? ഹി വാസിൻ്റ് ഡോക്ടർ. അവൻ ഡോക്ടർ ആയിരുന്നില്ല. വാസ് ഹി ഇൻ ദുബായ്? അവൻ ദുബായിലായിരുന്നോ? ഹി വാസ് ഇൻ ദുബായ്. അവൻ ദുബായിലായിരുന്നു. വാസിൻ്റ് ഹി ഇൻ ദുബായ്? അവൻ ദുബായിലായിരുന്നില്ലേ? ഹി വാസിൻ്റ് ഇൻ ദുബായ്. അവൻ ദുബായിലായിരുന്നില്ല. ഓക്കെ, ഒന്ന് ഫോളോ ചെയ്യണേ. വാസ് ഷീ ഹാപ്പി? അവൾ സന്തോഷവതിയായിരുന്നു. ഷീ വാസ് ഹാപ്പി. അവൾ സന്തോഷവതിയായിരുന്നു. വാസിൻ്റ് ഷീ ഹാപ്പി? അവൾ സന്തോഷവതിയായിരുന്നില്ലേ? ഷീ വാസിൻ്റ് ഹാപ്പി. അവൾ സന്തോഷവതിയായിരുന്നില്ല. വാസ് ഷീ ചൈൽഡ്?
അവൾ കുട്ടിയായിരുന്നോ? ഷീ വാസ് ചൈൽഡ്. അവൾ കുട്ടിയായിരുന്നു. വാസന്റ് ഷീ ചൈൽഡ്. അവൾ കുട്ടിയായിരുന്നില്ലേ? ഷീ വാസന്റ് ചൈൽഡ്. അവൾ കുട്ടിയായിരുന്നില്ല. വാസ് ഇറ്റ് ഗുഡ് ഫോർ അവർ ലൈഫ്? ഇത് നമ്മുടെ ജീവിതത്തിന് നല്ലതായിരുന്നോ? യെസ്, ഇറ്റ് വാസ് ഗുഡ് ഫോർ അവർ ലൈഫ്. ഇത് നമ്മുടെ ജീവിതത്തിന് നല്ലതായിരുന്നു. വാസന്റ് ഇറ്റ് ഗുഡ് ഫോർ അവർ ലൈഫ്? ഇത് നമ്മുടെ ജീവിതത്തിന് നല്ലതായിരുന്നില്ലേ? നോ, ഇറ്റ് വാസന്റ് ഗുഡ് ഫോർ അവർ ലൈഫ്. ഇത് നമ്മുടെ ജീവിതത്തിന് നല്ലതായിരുന്നില്ല. വാസ് മൈ ഫാദർ എ പോലീസ്മാൻ മാമ? എൻ്റെ ഫാദർ ഒരു പോലീസ്മാൻ ആയിരുന്നോ? സിറ്റുവേഷനിലേക്ക് വരികയാണ്. നമ്മളൊരു സെൻറ്റൻസ് പറയുമ്പോൾ അതിൻ്റെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് അപ്പൻ പോലീസുകാരനായിരുന്നില്ലേ, പോലീസുകാരനായിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? വാസ് മൈ ഫാദർ എ പോലീസ്മാൻ മാമ? എൻ്റെ അപ്പനൊരു പോലീസുകാരനായിരുന്നില്ലേ? ആയിരുന്നോ? ഡിയർ സൺ, യുവർ ഫാദർ വാസ് എ പോലീസ്മാൻ ഓൺ 1980. 1980 നിൻ്റെ അപ്പൻ ഒരു പോലീസുകാരനായിരുന്നു. വാസിൻ്റെ മൈ ഫാദർ എ ഫാർമർ അറ്റ് ദ ടൈം? ആ സമയത്ത് അപ്പൻ ഒരു ഫാർമർ ആയിരുന്നില്ല, കൃഷിക്കാരനായിരുന്നില്ല. നോ, ഹി വാസിൻ്റെ ഫാർമർ. അദ്ദേഹം ഫാർമർ ആയിരുന്നില്ല. വേർ യു ഇൻ USA? നീ USA-യിലായിരുന്നോ? ഐ വാസ് ഇൻ USA. ഐ വാസ് ഇൻ USA. പറയൂ, ഞാൻ USA-യിലായിരുന്നു. വേർ യു ഇൻ USA? നീ USA-യിലായിരുന്നില്ലേ? ഐ വാസൻറ്റ് ഇൻ USA. ഞാൻ USA-യിലായിരുന്നില്ല. വേർ ദേ ഫാമേഴ്സ്? അവർ കൃഷിക്കാരായിരുന്നു. യെസ്, ദേ വെയർ ഫാമേഴ്സ്. അവർ കൃഷിക്കാരായിരുന്നു. വേറിൻ്റെ ദേ ഫാമേഴ്സ്? അവർ കൃഷിക്കാരായിരുന്നില്ലേ? നോ, ദേ വെയറിൻ്റെ ഫാമേഴ്സ്. അവർ കൃഷിക്കാരായിരുന്നില്ല. വെയർ മൈ ബ്രദേഴ്സ് സ്റ്റുഡൻസ്? എൻ്റെ സഹോദരങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നോ? യെസ്, യുവർ ബ്രദേഴ്സ് വെയർ സ്റ്റുഡൻസ്. നിൻ്റെ സഹോദരങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നു. വേറിൻ്റെ മൈ ബ്രദേഴ്സ് സ്റ്റുഡൻസ്? എൻ്റെ സഹോദരങ്ങൾ സ്റ്റുഡൻസ് ആയിരുന്നില്ലേ? നോ, ദേ വെയറിൻ്റെ സ്റ്റുഡൻസ്. അവർ സ്റ്റുഡൻസ് ആയിരുന്നില്ല. നമ്മൾ ചില സിറ്റുവേഷനൊക്കെ പറയാൻ നേരത്ത് നമ്മൾ പറയത്തില്ലേ, ഞാൻ ആ സമയത്ത്, ഞാൻ അവിടെ വരുന്ന സമയത്ത് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ ഇതിന് നമ്മൾ WHO ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞാനൊന്ന് ജസ്റ്റ് ഇത് കഴിയുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പം മാം, വെൻ ഐ വാസ് എ ചൈൽഡ്? ഞാൻ കുട്ടിയായിരുന്നപ്പോൾ. വെന്ന് ഉപയോഗിക്കുന്ന അപ്പോൾ, ഇപ്പോൾ എന്നൊക്കെ പറയാനായിട്ടാണ് നമ്മൾ വെൻ ഉപയോഗിക്കുന്നത്. വെൻ ഐ വാസ് എ ചൈൽഡ്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ. വാസ് മൈ ഫാദർ ആൻ ആക്ടർ? എൻ്റെ ഫാദർ ഒരു ആക്ടർ ആയിരുന്നോ? യെസ്, വെൻ യു വെയർ ചൈൽഡ് യുവർ ഫാദർ വാസ് എ ഫിലിം ആക്ടർ. ഐ ഉണ്ട് അവിടെ, അതിൻ്റെ കളർ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്. നീ കുട്ടിയായിരുന്ന സമയത്ത് നിൻ്റെ അപ്പൻ ആരായിരുന്നു? ഒരു ആക്ടറായിരുന്നു. വാസിൻ്റെ മൈ ഗ്രാൻഡ് പാ ആർട്ടിസ്റ്റ്? എൻ്റെ ഗ്രാൻഡ് പാ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നോ? ആയിരുന്നില്ലേ? നോ, യുവർ ഗ്രാൻഡ് പാ വാസ് എ ഡയറക്ടർ. നിൻ്റെ ഗ്രാൻഡ് പാ ആരായിരുന്നു? ഒരു ഡയറക്ടർ ആയിരുന്നു. ദെൻ വി വെയർ ഇൻ ചെന്നൈ. അതിനുശേഷം നമ്മൾ എവിടെയായിരുന്നു? നമ്മൾ ചെന്നൈയിലായിരുന്നു. അവർ ഫാദർ വാസ് ഇൻ ഡൽഹി. നമ്മുടെ ഫാദർ എവിടെയായിരുന്നു? ഡൽഹിയിലായിരുന്നു. ബട്ട് അവർ ഗ്രാൻഡ് പാ ആൻഡ് ഗ്രാൻഡ് മാ വെയർ ഇൻ കേരള. ആ സമയത്ത് നമ്മുടെ ഗ്രാൻഡ് പേയും ഗ്രാൻഡ് മേയും എവിടെയായിരുന്നു? കേരളത്തിലായിരുന്നു. ഇങ്ങനെ നമ്മൾ ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന സിറ്റുവേഷൻസ്, ഇതേപോലത്തെ കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങൾ എഴുതിയുണ്ടാക്കുകയോ പറഞ്ഞുണ്ടാക്കുകയോ ചെയ്തിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. ഇന്നത്തെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇതെന്നെ ഇവിടെ നിന്ന് ഫോളോ അപ്പ് ചെയ്യണേ. വാട്ട് എന്ത്, വിച്ച് ഏത്, വേറെവിടെ, വെൻ എപ്പോൾ, വൈ എന്തുകൊണ്ട്, ഹൗ എങ്ങനെ, ഹു ആര്, ഹും ആർക്ക് ആരെ ആരോട്, ഹൂസ് ആരുടെ.
ക്ലിയർ അല്ലേ? വാട്ട് വാസ് യുവർ ജോബ്? എന്തായിരുന്നു നിൻ്റെ ജോലി? ഹൗ വാസ് യുവർ ജോബ്? എങ്ങനെയുണ്ടായിരുന്നു ജോലി? വേർ വാസ് യുവർ ഫാദർ? എവിടെയായിരുന്നു അച്ഛൻ? എവിടെയായിരുന്നു? വിച്ച് വാസ് യുവർ കാർ? ആ സമയത്ത് എൻ്റെ കാർ എന്തായിരുന്നു? ഏത് കാറായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഹു വാസ് ദെയർ? ആരായിരുന്നു അവിടെ? വെൻ വെയർ ദേ ഇൻ യു എസ് എ? അവരെപ്പോഴായിരുന്നു യു എസിലുണ്ടായിരുന്നത്? വൈ വെയറിൻഡ് ദേ വിത്ത് ഹിം? എന്തുകൊണ്ട് അവർ അവൻ്റെ കൂട്ടത്തിൽ നിന്നില്ല എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലേ? എന്തുകൊണ്ട് അവൻ്റെ കൂട്ടത്തിലായിരുന്നില്ല എന്നൊക്കെ ചോദിക്കത്തില്ലേ? അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ടാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഉപയോഗിക്കുന്നത്. നോർമലി നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കാണുക. ഡെയിലി ഇത് ഒരു പ്രാവശ്യം കാണാനായിട്ട് ശ്രമിക്കുക. ചുമ്മാ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമ്മുടെ ബ്രെയിനകത്തോട്ട് സ്റ്റോർഡ് ആവത്തുള്ളൂ. ഓരോ പ്രാവശ്യവും കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഇമോഷണലി അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ മ്യൂസിക്കൊക്കെ ഇട്ട് നിങ്ങൾക്ക് കൂടി ഇച്ചിരി ഇമ്പമാകുന്ന രീതിയിൽ ചെയ്തു തരുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു വിൽ പ്രാക്ടീസ് ഇൻ പ്രോപ്പർ വേ. താങ്ക് യു. ഓക്കെ, വളരെ ഭംഗിയായിട്ട് നമ്മൾ ബേസിക്കിൻ്റെ മൂന്നാമത്തെ പ്രാക്ടീഷണൽ സെക്ഷൻ നമ്മൾ അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇത് ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ഓരോ ദിവസം ചെറിയ ചെറിയ വീഡിയോസുകളാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അതിന് സ്പെൻഡ് ആവുന്നുള്ളൂ. എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ആദ്യത്തെ വീഡിയോ കാണുക, രണ്ടാമത്തെ വീഡിയോ കാണുക, മൂന്നാമത്തെ വീഡിയോ കാണുക, അതിനുശേഷം നാലാമത്തെ വീഡിയോ. അങ്ങനെ ആയിരിക്കണം കാണുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് സ്റ്റോർഡ് ആവാനായിട്ടുള്ള സമയം കിട്ടും. ഒരു വീഡിയോ മിനിമം 10 പ്രാവശ്യമെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്ന പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നല്ല ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ദിവസം പ്രാക്ടീസ് ചെയ്തു, രണ്ടാമത്തെ ദിവസം പ്രാക്ടീസ് ചെയ്തു, മൂന്നാമത്തെ ദിവസം പ്രാക്ടീസ് ചെയ്തു, നാലാമത്തെ ദിവസം പ്രാക്ടീസ്, അങ്ങനെ 10 ദിവസം അടുപ്പിച്ച് ഇത് ബ്രെയിന് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ അടുത്ത് സംസാരിക്കുന്നത് ഓട്ടോമാറ്റിക്കലി കയറും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രാക്ടീഷണൽ സെക്ഷനിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.